ഹലോ, നമസ്കാരം. വെൽക്കം ടു യുവർ ചാനൽ ദച്ചു ആൻഡ് ഋത്തോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സിനെ പറ്റിയിട്ട്. അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട്, അവതരണം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്ന ആദ്യത്തെ വീഡിയോ ആയിരുന്നു അത്. എന്തായാലും അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അതും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് ഏണിങ്സ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഏണിങ്സ് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒന്ന് സെർച്ച് ചെയ്തു, അപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. ഇനി ഞാൻ കാണാത്തതാണോ എന്നും അറിയില്ല. എന്തായാലും ആ പൈസ കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമുക്കൊരു ജോലി കിട്ടി ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ നമ്മളുടെ കൊളീഗ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഫുഡ് മേടിച്ചു കൊടുത്ത് തന്നെയല്ലേ ട്രീറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടിയപ്പോഴും ഞങ്ങൾ ഫുഡ് തന്നെയാണ് ആദ്യം പ്രിഫർ ചെയ്തത്. അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് അടിച്ചു. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ. എവിടെ പോവാ? ടാറ്റ പോയിട്ട് എന്ത് കഴിക്കാനാ പോണേ? അതൊക്കെ കിട്ടുമോ അവിടെ? ഞങ്ങൾ നേരെ പോയത് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലുള്ള വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക പേർക്കും തന്നെ അറിയാവുന്ന റെസ്റ്റോറൻ്റാണത്. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി. വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫാമിലി റൂമായിരുന്നു ഓപ്റ്റ് ചെയ്തത്. ഫാമിലി റൂമിലേക്ക് കയറിയപ്പോഴേക്കും ഋതുവിന് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരു തൊട്ടിലുണ്ടായിരുന്നു അവിടെ. തൊട്ടിൽ ആണെങ്കിൽ അവൾക്കത് കണ്ടപ്പോൾ ഊഞ്ഞാലാണെന്നാണ് വിചാരിച്ചത്. ഊഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഊഞ്ഞാഞ്ഞ എന്നൊക്കെ കയറി പറഞ്ഞ് അവൾ അതിൻ്റെ ഇരിപ്പായി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. ഞങ്ങളതെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു. ഋത്തും അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏണിങ്സിൻ്റെ ഒരു പാട്ട് ഞങ്ങൾ ഇവിടെ ചിലവാക്കി. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്തത്. റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യാമല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്തെങ്കിലും കുറച്ച് എമൗണ്ട് മാത്രമാണ് വിഡ്രോ ചെയ്തോളൂ. 2-3 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചിലവാക്കുന്ന ഒരു എമൗണ്ടാണ് വിഡ്രോ ചെയ്തോളൂ. കുട്ടികളുടെ പേരിൽ തുടങ്ങിയ ചാനലാണല്ലോ, അവരെ വെച്ചുകൊണ്ടുണ്ടാക്കിയ ക്യാഷുമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമുക്ക് മേടിച്ച് കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയാണ് ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത്. ദച്ചുവിനൊരു വാച്ച് മേടിക്കാനായി തൊടുപുഴ ടൗണിൽ തന്നെയുള്ള സിറ്റി ടൈംസിലേക്കാണ് ആദ്യം പോയത്. നല്ല കളക്ഷനുള്ള കടയാണ്. ഒരുപാട് കാലം തൊട്ടേ ഉള്ള ഒരു ഷോപ്പാണ് സിറ്റി ടൈംസ്. കുട്ടികൾക്കായിട്ട് തന്നെ സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും അവിടെ അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്ക് എപ്പോഴും കുറച്ച് വലിപ്പമുള്ള വാച്ചിനോടായിരിക്കും കമ്പം കൂടുതൽ അല്ലേ? അങ്ങനെ തന്നെയാണ് ദച്ചുവിനും. അത് കാരണം തന്നെ കുറച്ച് വലിപ്പമുള്ള വാച്ചാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനെ സൊനാറ്റയുടെ ഒരു വാച്ച്, ഒരു റെഡ് കളർ വാച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവനും നന്നായിട്ടത് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും സർപ്രൈസ് ആയത് കാരണം അവനെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ല. എന്തായാലും ആ വാച്ച് തന്നെ ഞങ്ങൾ മേടിച്ചു. ബില്ലെല്ലാം ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്തത് ഋത്തുവിനായിട്ട് എന്തെങ്കിലും മേടിക്കണം. അതിനായിട്ട് തൊടുപുഴ ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടുള്ള ടോയ് സ്റ്റോറി എന്ന ഷോപ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. അത്യാവശ്യം ടോയ്സിൻ്റെ കളക്ഷനുള്ള വലിയ ഒരു ഷോപ്പാണ് ടോയ് സ്റ്റോറി. ദച്ചുവിനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടോയ്സും ഒരു കുടക്കീഴിൽ എന്ന ലേവൽ വേണമെങ്കിൽ നമുക്ക് ഈ കടയ്ക്ക് കൊടുക്കാം. അത്രയും കളക്ഷൻസ് ഉണ്ട്. സോഫ്റ്റ് ടോയ്സ്, ഹാർഡ് ടോയ്സ്, സൈക്കിൾസ്, ബൈക്സ്, അങ്ങനെ റോഡിലൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാവുന്ന വലിയ ഇടത്തരം വാഹനങ്ങളുണ്ടല്ലോ കുട്ടികളുടെ, അതിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ്, ടെഡി ബെയർസ്, അങ്ങനെ എല്ലാവിധ ടോയ്സും, അതുപോലെ തന്നെ ക്ലേ പെയിൻറ്റിങ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. എന്ത് നമുക്ക് കുട്ടിക്ക് ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാലും ഈ ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ദച്ചുവിനോട് പറഞ്ഞിരുന്നു ഈ കടയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒന്നും മേടിച്ച് തരില്ല എന്ന്. അതിൻ്റെ ഒരു ചെറിയ ഒരു പിണക്കത്തിലാണ് കക്ഷി. ലാസ്റ്റ് ഈ ബോളെങ്കിലും വാങ്ങിത്താ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവന് വാച്ച് മേടിച്ചത് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും ആ ബോൾ കൂടി ഞങ്ങൾ മേടിച്ചു. ഋത്തുവിന് ഈ കസേരയാണ് മേടിച്ചത്. ദച്ചു തന്നെയാണ് സെലക്ട് ചെയ്തത്. നല്ല രസമുണ്ട് അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാം കൊണ്ട് വീട്ടിലേക്ക്. കൊമ്പ് പോലെ വിടട്ടെ.
വിടട്ടെ കയറുക ഋതു അയ്യോ ഇതെന്തോ ആ കേറിയിരുന്നോ അയ്യടാ 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 ഇഷ്ടായോ അവണി ഇഷ്ടായോടി ഇഷ്ടായോ എന്റെ കണ്ണെന്തേ അവിടെ ഉണ്ടോ കണ്ണ് ഇറങ്ങിക്ക് കാണിച്ചു തന്നെയല്ല കണ്ണെന്തേ മൂക്കെവിടെ വായെന്തേ നാക്കെന്തേ ആ ചെവി എവിടെ ചെവി ഏതാ ചെവി ആ മിടുക്കിയാണല്ലോ അതിനെ എടുത്തത് പിള്ളേരുടെ ഒരു ഭാഗ്യമേ പപ്സാണോ ഇഷ്ടപ്പെട്ടോ? ദച്ചുവിന് കയ്യിൽ വാച്ച് കെട്ടി കൊടുത്തപ്പോഴാണ് ഒരബദ്ധം പറ്റിയത് ഓർത്തത്. അവൻ്റെ കൈക്ക് പാകത്തിനായിട്ട് സ്ട്രാപ്പിൽ ഹോൾ ഇട്ട് കൊടുത്തില്ല. അത്രയൊന്നും കടയിൽ വെച്ച് ചിന്തിച്ചില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവന് കയ്യിൽ ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല, പിന്നെ അത് സെറ്റാക്കി കൊടുത്തു. നെക്സ്റ്റ് ആ ഇംഗത്തിൻ്റെ ഒരു വിഹിതം അച്ഛനും അമ്മയ്ക്കും ദച്ചുവിനെ കൊണ്ട് കൊടുപ്പിച്ചു. അവരതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെയും കൂടി സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഫോണും തൂക്കി നടക്കാൻ കഴിയണത്. എന്തായാലും എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു സൂൺ, ബൈ ബൈ.